ഹലോ നമസ്തേ. കഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? കളങ്കാവലിന്റെ അതായത് മമ്മൂട്ടി കമ്പനിയുടെ പുതിയ സിനിമ പ്രൊഡക്ഷൻ നമ്പർ 7. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ടൈറ്റിൽ റിവീൽ എന്തായിരിക്കുമെന്ന് നമ്മൾ പ്രൊഡിക്ട് ചെയ്തത് കളങ്കാവൽ എന്ന് പ്രൊഡിക്ട് ചെയ്തു. അതുപോലെ തന്നെ വന്നു. അപ്പൊ പ്രൊഡക്ഷൻ നമ്പർ 7 കളങ്കാവൽ. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ആദ്യം വന്നത് നായകന്റെ പോസ്റ്ററാണ്. അതായത് നമ്മുടെ വിനായകനാണ് ആദ്യം വന്നത്. നായകനാണോ വില്ലനാണോ അറിയില്ല. ഇത് നായകൻ, ഇത് വില്ലൻ. ഇതാണോ നായകൻ എന്ന് എങ്ങനെ അറിയാം? അല്ലെന്ന് കണ്ട അറിഞ്ഞൂടെ എന്ന് വിശ്വസിക്കേ. ബെറ്റ് അടിക്കണ? ഇല്ല, ബെറ്റൊന്നും അടിയടാ. ഇല്ല എന്തിന്? അപ്പൊ തീർച്ചയായിട്ടും മമ്മൂക്കയുടെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. പോസ്റ്ററിൽ നമ്മൾ നോക്കിയാൽ കട്ട വില്ലനിസം തോന്നുന്നു. കണ്ടിട്ടുണ്ട്. കരിക്കാൻ ഷൺമുഖൻ ഇറങ്ങിയൂടെ? തീർച്ചയായും ആ ലുക്കാണ് ഈ ലുക്ക്. അതെ, ശരിയാണ്. ലുക്ക് മാത്രമല്ല, അതിനകത്ത് ഇതൊരു സിഗരറ്റ് ഇങ്ങനെ കടിച്ച് എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ആ ഒരു ഇതാണ് ഓർമ്മ വന്നത്. അതിനകത്ത് സെയിം സിഗരറ്റ് ഇങ്ങനെ അടിച്ചിങ്ങനെ നോക്കാണ്ട് പോസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഈ പോസ്റ്ററിൽ നോക്കുമ്പോ കട്ട വില്ലനിസമാണ് തോന്നുന്നത്. വില്ലനായിരിക്കും, വില്ലനാണെന്നാണ് വിശ്വാസം. പിന്നെ എന്താണ്, അപ്പൊ മമ്മൂട്ടിനെ പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ടതില്ല. ഓരോ സിനിമയിലും വ്യത്യസ്തമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മുടെ ബ്രഹ്മയുഗം ഇറങ്ങിയത്. ഇന്നേക്ക് ഒരു വർഷമായി. അത് ചാത്തന്റെ 1ാം വർഷമായപ്പോ വേറൊരു ചാത്തനെ ഡബിൾ ചാത്തൻ. ഇത് നോക്കടാ, മൊത്തം ദേഷ്യവും എന്താണ് പറയാനുള്ളത്. അപ്പൊ ഇന്നലെ നമ്മൾ ആ പോസ്റ്റർ റിവീൽ ചെയ്തേക്കണ അതുപോലെ തന്നെ ടൈറ്റിൽ നോക്കിയാണ് കളങ്കാവലെന്ന് എഴുതിയേക്കണ തന്നെ ഒരു വഴി പോണ വഴി കൂടെ ചെയ്തേക്കണ ഇതുപോലെയാണ്. നോട്ടും പോയില്ല വഴി കാണിക്കുക. അപ്പൊ എന്താണ് എന്താ ഒരു വില്ലനിസം, മമ്മൂക്ക വില്ലനിസം ആണെങ്കിൽ പോലും ചിലപ്പോ അതിലൊരു നന്മ ഉണ്ടാവുക അല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോ കട്ട വില്ലനായിരിക്കും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു വില്ലന്റെ സെറ്റപ്പാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് വിനായകനെ കുറിച്ചാണ്. വിനായകന്റെ ക്യാരക്ടറാണ്. മുഖം റിവീൽ ചെയ്തിട്ടില്ല, ഒരു ഷെയ്ഡാണ് നിന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ ടൈറ്റിൽ പോസ്റ്ററിൽ വന്നപ്പോഴും ഷെയ്ഡ് ഉണ്ടായിരുന്നു. എന്താണ്, ഒരു ഷാഡോ ഷെയ്ഡ് അവിടെ കൊടുത്തിരുന്നു അല്ലേ? ഒരു ചിലന്തിര ഇത് കൊടുത്തിരുന്നു, വണ്ടിയില ഇത് കൊടുത്തിരുന്നു. അപ്പൊ എന്താണ് സിനിമയുടെ പ്ലോട്ട് ഇതുവരെ ഒരു പിടിയില്ല. പക്ഷെ എന്തായാലും ഇതിനകത്ത് ഒരു എന്താണ്, രണ്ടുപേര് തമ്മിലുള്ള ഒരു മത്സരം. ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്ററിംഗിൽ നമുക്ക് അത്ര ഒരു എന്താണ് എടുത്ത് പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഈ പടത്തിന്. അപ്പൊ എന്തായാലും പിന്നെ മമ്മൂട്ടി കമ്പനി ക്വാളിറ്റി കാണും. ഡൊമിനിക്ക് വിചാരിച്ച വലിയ വിജയമല്ല എങ്കിൽ പോലും നല്ലൊരു ഫ്രഷ് സബ്ജക്റ്റ് ആണ് തീർച്ചയായിട്ടും. കാതലും അതുപോലെ തന്നെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ മമ്മൂട്ടി കമ്പനിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ എന്താണ് പ്രൊമോഷൻസ് കൊടുക്കുന്നതല്ല, വേറൊരു രീതിയിലുള്ള ഒരു സ്റ്റൈൽ. അടുത്ത അപ്ഡേറ്റ് പറയണത് റിലീസിന്റെ തലേ ദിവസമായിരിക്കും. അങ്ങനത്തെ കുഴപ്പമുണ്ട്. പ്രൊമോഷൻ ചെയ്യത്തില്ല. പക്ഷെ പടം നമ്മൾ നോക്കുമ്പോ അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. കണ്ണൂർ സ്കോഡൊക്കെ നല്ല പ്രൊമോഷൻ കൊടുത്ത് ഇറക്കിയിരുന്നെങ്കിൽ എവിടെ തന്നെ അറിയോ? തീർച്ചയായും കണ്ണൂർ സ്കോഡ് മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ബെസ്റ്റ് ഫിലിം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലെ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് നേരത്തെ മയക്കമാണ് എപ്പോഴും ഇഷ്ടം തന്നെ. എനിക്ക് കൂടുതലും IFFK ക്യൂ നിന്ന് ഞാൻ അങ്ങനെ കയറുന്നത്. പക്ഷെ എത്ര മണിക്കൂർ ക്യൂ നിന്നാ? നൻപകൽ നേരത്ത് മയക്കത്തിലും ഭയങ്കര ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അത് അങ്ങനെ ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇതിലും നമ്മളൊരു വ്യത്യസ്തത എന്തായാലും പ്രതീക്ഷിക്കുന്നു. കട്ട വില്യനസുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്നത്തേക്ക് നിർത്താം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു പുതിയ വീഡിയോസുമായി നമ്മൾ ഉടനെ വരുന്നതാണ്. അൻറ്റിൽ ദെൻ ലൈക്ക്.